വിവാഹത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി മരണം വരിച്ച ഫ്രാൻസിസ്കൻ രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക്. വിവാഹത്തിൻ്റെ പരിശുദ്ധി സംരക്ഷിക്കാൻ ചെറുത്തുനിൽപ്പ് നടത്തിയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ജോർജിയൻ രക്തസാക്ഷികളെ ഒക്ടോബറിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും. ജോർജിയ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന 5 സ്പാനിഷ് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ ഒക്ടോബർ 31 അമേരിക്കയിലെ ജോർജിയയിലെ സവാനയിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുമെന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കാനഡയിലെ ടൊറാൻഡോ അതിരൂപതയിലെ കർദിനാൾ ഫ്രാൻസിസ് ലിയോ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തുമെന്ന് നാമകരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അറിയിച്ചു. പെഡ്രോ ഡി കോർപ്പ, ബ്ലാസ് റോഡ്രിഗസ്, മിഗുവൽ ഡി ആനോൺ, അന്റോണിയോ ഡി ബെഡാജോസ്, ഫ്രാൻസിസ്കോ ഡി വെരാസ്കോള എന്നിവരെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. 1570 തന്നെ ജോർജിയയുടെ തീരത്ത് തദ്ദേശീയരായ ഗൗൾ ജനതയ്ക്കിടയിൽ സുവിശേഷവൽക്കരണത്തിനും മതബോധനത്തിനും കുദാശകൾ പങ്കുവയ്ക്കുവാനും ഫ്രാൻസിസ്കൻ സന്യാസിമാർ എത്തിയിരുന്നു. 1000 പേരുള്ള ഒരു ഗ്രാമത്തിൽ പലപ്പോഴും ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. 1580 തുടങ്ങി 1590 വരെയുള്ള കാലഘട്ടത്തിൽ ജോർജിയ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന 5 പേർ ഉൾപ്പെടെ നിരവധി സന്യാസിമാർ ഇതിനകം തന്നെ വ്യത്യസ്ത മിഷൻ ഗ്രാമങ്ങളിൽ സേവനമനുഷ്ഠിച്ചു തുടങ്ങിയിരുന്നു. ബഹുഭാര്യത്വം ഒരു സംസ്കാരമായി കൊണ്ടു നടന്ന നാടായിരുന്നു അത്. ഇതിനിടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച തദ്ദേശീയ നേതാവായ ജുവാനില്ലോ 2ാം വിവാഹത്തിന് തയ്യാറെടുത്തപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇത് ചെയ്യുവാൻ കഴിയില്ലെന്ന് സന്യാസിമാരിൽ ഒരാളായ ഫാദർ പെഡ്രോ ഡി കോർപ്പ വ്യക്തമാക്കി. വൈദികൻ്റെ വിസമ്മതം ജുവാനില്ലോയെ ചൊടിപ്പിച്ചു. പ്രകോപിതനായ അദ്ദേഹം ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ദൗത്യത്തിന് നേരെ കടന്നാക്രമണം നടത്തി. 5 വൈദികരെയും കൊടിയ രീതിയിൽ മർദ്ദിച്ചും ചിലരെ അമ്പെയ്തും കൊലപ്പെടുത്തി. പ്രദേശത്ത് പങ്കുവച്ചിരുന്ന ക്രിസ്തീയ ധാർമ്മിക പ്രബോധനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയിട്ടായിരുന്നു ഈ കൊലപാതകങ്ങൾ. 1597 സെപ്റ്റംബർ 14 തുടങ്ങി 17 വരെയുള്ള തീയതികൾക്കിടെ 5 ഫ്രാൻസിസ്കൻ വൈദികരും രക്തസാക്ഷിത്വം വരിച്ചു. 1950 ജോർജിയൻ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു. 2024 ഇവരുടെ ജീവിതത്തെ കേന്ദ്രമാക്കി പുറത്തിറക്കിയ ഫോർ ദി സേക്ക് ഓഫ് ദി ഗോസ്പൽ എന്ന ചിത്രം വളരെ ശ്രദ്ധ നേടിയിരുന്നു.